ആദ്യം അവർ മുനമ്പംകാരെ തേടി വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാൻ ഒരു മുനമ്പം പ്രദേശവാസിയായിരുന്നില്ല. പിന്നീട് അവർ വയനാട്ടുകാരെ തേടി വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാൻ ഒരു വയനാട് പ്രദേശവാസിയായിരുന്നില്ല. പിന്നീട് അവർ ചാവക്കാട്ടുകാരെ തേടി വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാൻ ഒരു ചാവക്കാടുകാരനായിരുന്നില്ല. അവസാനം അവർ എന്നെയും തേടി വന്നു. എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മഹത്തരമായ ആ വാക്കുകളെ കടമെടുത്തുകൊണ്ട്, മഹത്തായ ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ജോയൽ കെ ജോസഫ്. മുൻപം വിഷയവും അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം 2 മാസത്തോളമായി ഈ വിഷയം കേരളത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ലാതെ ശാശ്വതമായ പരിഹാരം ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന ഭവനവും അതുൾപ്പെടുന്ന പ്രദേശവും പണ്ട് ആരോ വഖഫ് ബോർഡിന് എഴുതി കൊടുത്തു എന്ന പേരിൽ നമുക്ക് അയക്കുന്ന നോട്ടീസുകൾക്ക് പകരമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ വഖഫ് ബോർഡും അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന കോടതികളും മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്കോ സുപ്രീം കോടതികൾക്കോ അല്ലെങ്കിൽ മറ്റു കോടതികൾക്കോ ഇതിനു മുകളിൽ ഒരു പ്രസക്തിയുമില്ല എന്ന പണ്ടെങ്ങാണ്ടോ നിർമ്മിക്കപ്പെട്ട ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളെ ഇന്നും അവർ സമരപ്പന്തലുകളിലാക്കുന്നു. വഖഫ് പ്രോപ്പർട്ടികളുടെ കൈകാര്യത്തിന് വേണ്ടി ഭരണഘടനയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് വഖഫ് കൗൺസിൽ. അത് എല്ലാ സംസ്ഥാനങ്ങളുടെ കീഴിൽ കൂടി പ്രവർത്തിക്കുന്നു. മുൻപം പ്രദേശത്തെ വാസികളുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയർന്നപ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കുകയും വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് നീതി പാസാക്കുകയും ചെയ്ത ഭരണഘടന തീർത്തും അന്യായമല്ല ആ ഒരു ജനങ്ങളോട് ചെയ്യുന്നത്. അവരിൽ ക്രിസ്ത്യനെന്നോ ഹിന്ദു ഒന്നും ഇല്ല. അവരെല്ലാം മനുഷ്യന്മാരാണെന്ന തിരിച്ചറിവ് ഈ ഒരു അധികാരികൾക്ക് ഉണ്ടാവണം. വഖഫ് ബൈ യൂസർ എന്ന പേരിൽ അവർക്ക് മുമ്പ് ആരെങ്കിലും ആ ഒരു സ്ഥലം വഖഫ് ബോർഡിന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നിങ്ങളുടെ സ്ഥലം കൂടിയല്ല, ആ ഒരു വ്യക്തിയുടെ സ്ഥലമായിട്ട് വഖഫ് ബോർഡിന് കീഴിലേക്ക് പോകുന്നു. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ നിയമങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടനയും നിയമങ്ങളും പാലിക്കുവാൻ ബാധ്യസ്ഥനാണെന്ന് ഒരു തിരിച്ചറിവ് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അത് മാത്രം അനുസരിച്ചാൽ പോരാ, ശരീഅത്ത് നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ട വഖഫ് ബോർഡിന് അനുശാസിക്കുന്ന നിയമങ്ങളും പാലിക്കണമെന്നും കൂടി വിശ്വസിക്കാൻ തരമില്ലാത്ത ഒരു അവസ്ഥയിലെത്തുന്നു. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന് കീഴിൽ വരുന്ന സ്ഥലങ്ങൾ ഉറപ്പായും കൃത്യമായും സർവേ ചെയ്ത് മാത്രം വഖഫ് ബോർഡിലേക്ക് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇനിയും ആർക്കെങ്കിലും നോട്ടീസ് അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങൾ പ്രകാരം ആ കുടുംബത്തിന് അയക്കുകയും അതുപോലെ തന്നെ ആ ഒരു കാര്യം സർവേ ചെയ്ത് ഗവൺമെൻറ് സ്ഥിരീകരിക്കുകയും വേണം. ഇങ്ങനെ ആ ഒരു സ്ഥലം വഖഫ് ബോർഡിന് കീഴിൽ വരുന്നതാണോ എന്ന് തെളിയിക്കണം. എന്നിട്ട് മാത്രമേ ആ ഒരു സ്ഥലം ഏറ്റെടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ദ്രോഹിക്കുന്നത് 1000 പേരുടെ ജീവിതത്തെയായിരിക്കും. അവർ ഒരു ആയുഷ്കാലം മുഴുവൻ ചോര നീരാക്കി പണിയെടുത്ത സ്ഥലം മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡും അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനവും കൊണ്ടുപോകുന്നത് എത്ര പേർക്ക് കണ്ടു നിൽക്കാനാവും? അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ കണ്ണു തുറക്കണം.